അമ്മയുടെ ബ്രൗണി എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ ആയിരുന്നോ? ആ. ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? കുറേ ദിവസമായിട്ടോ അനിയത്തി ബ്രൗണി ഉണ്ടാക്കി തരാനായിട്ട് പറയുന്നു. അപ്പം സംഭവം ഞാൻ ഉണ്ടാക്കി, പക്ഷേ അതിൻ്റെ ടെക്സ്ചറൊക്കെ കുറച്ച് ഫ്ലോപ്പായിരുന്നു, പക്ഷേ ടേസ്റ്റ് വൈസ് അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ എപ്പോൾ ഉണ്ടാക്കിയാലും ഫ്ലോപ്പ് ആയില്ലെങ്കിലും ഇഷ്ടമുള്ള ഒരാൾ അധീരയാണ് കേട്ടോ. അവന് ഞാൻ ബ്രൗണി ഉണ്ടാക്കുമ്പോൾ നല്ല ഇഷ്ടമാണ്. അപ്പോൾ അവൻ്റെ റിപ്ലൈ നമുക്ക് കേൾക്കാം. സൂപ്പർ ആയിരുന്നോ? ആ, അവരോടല്ലേ സൂപ്പർ ആട് എന്ന് പറയേ. സൂപ്പർ എന്ന് പറഞ്ഞേ. അമ്മയുടെ ബ്രൗണി യമ്മി ആയിരുന്നു പറയും. യമ്മി പറഞ്ഞോ? എന്നും എന്റെ ബ്രൗണി ഇഷ്ടപ്പെടുന്ന ഒരേ ഒരു വ്യക്തി അതിര് മാത്രമാണ്. യമ്മി പറയും. അത് കഴിഞ്ഞിട്ട് ആൾ ഗേറ്റുമ്പോൾ കയറി കളിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടോ. അപ്പോഴാണ് നമ്മുടെ വീട്ടിൽ ഈ സംഭവം ഇരിക്കുന്നുണ്ട്. ഇതെന്താണെന്ന് നിങ്ങൾക്കറിയോ? ഇതാണ് മക്കോട്ടദേവ. മക്കോട്ടദേവ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഷുഗറിനൊക്കെ വെള്ളം തിളപ്പിച്ച് കുടിക്കുന്ന ഒരു തരം കായാണ്. ഇത് നമ്മുടെ വീട്ടിൽ നിറയുണ്ട് കേട്ടോ. പിന്നെ ഇത് കണ്ടോ, ഞങ്ങൾ വരുമ്പോൾ നിറയെ പൂക്കളായിട്ട് നിന്നിരുന്ന ചെടിയാണ്. ഇപ്പോൾ 1-2 പൂക്കൾ അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്നുണ്ട്. അത് അതീരയുടെ കണ്ണിപ്പെടാത്ത കാരണം അങ്ങനെ തന്നെ നിൽക്കുന്നതാണ്. കാരണം അവനൊരു പൂവ് പോലും കണ്ടുകൂടാ. അതൊക്കെ അവൻ പറിച്ച് കളയാണ് കേട്ടോ. ഇതൊക്കെ അമ്മയുടെ ചെറിയ ചെറിയ തോട്ടങ്ങളാണ്. ഇതാണ് മക്കോട്ടദേവയുടെ ചെടി, മരം എന്ന് വേണമെങ്കിൽ പറയാം. ഇത് ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ ആയിട്ട് നിറയെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വീഡിയോ എടുത്ത് കഴിഞ്ഞപ്പോൾ ഇതാ നമുക്ക് 2 ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു. ഒന്ന് ഈ ക്യൂട്ടായിട്ടുള്ള ഈ യെല്ലോ പൈജാമ സെറ്റും പിന്നെ ഒരു ഷോർട്ട് മാക്സി ആയിരുന്നു കേട്ടോ. ഈ യെല്ലോ പൈജാമ സെറ്റ് സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആണ്. അതൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ അമ്പലത്തേക്കൊക്കെ പോകാൻ വേണ്ടി ഡ്രസ്സൊക്കെ മാറിയിട്ടോ. ഈ ഡ്രസ്സ് കണ്ടോ നിങ്ങൾ? ഇത് 2-3 വർഷം മുന്നേ ഞാൻ സാരിയായിട്ട് അടിച്ചതാണ് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇത് നല്ലൊരു ഡ്രസ്സാണിത്. പിന്നെ അങ്ങനെ അമ്പലത്തിലൊക്കെ പോയി പ്രാർത്ഥിച്ചു. അതീരൊക്കെ നന്നായി പ്രാർത്ഥിച്ചു. പിന്നെ നമ്മുടെ ബനാനയ്ക്ക് വേണ്ടിയിട്ടും ഒക്കെ ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചു. അതിനുശേഷം തിരിച്ച് വീട്ടിൽ വന്നു കേട്ടോ. അപ്പോൾ ഓക്കേ.